ഞാനിപ്പം എന്നെ 2 പ്രാവശ്യം രാവിലെ വിളിച്ചിരുന്നു ചെറിയാൻ. ഞാൻ അന്നേരം കണ്ടില്ല, ഉറക്കത്തിലായിപ്പോയി. അത് കഴിഞ്ഞ് ഞാനിപ്പം തിരിച്ച് വിളിച്ചപ്പോൾ അങ്ങനെയും എന്നെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ ഇത് ഒഴിവാക്കാൻ. ഞാൻ പറഞ്ഞു, "അച്ഛൻ ഒഴിവാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അച്ഛനെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൈസ കൊടുത്തത്." അന്നേരം പറഞ്ഞ്, "8 വയസ്സുകാരൻ്റെ നിലവിളി കേൾക്കണം. എന്തോ നിലവിളിയാണ് അച്ഛനെ കളഞ്ഞതിനെന്ന്." ഞാനന്നേരം കേട്ടോണ്ടിരുന്നേ ഉള്ളൂ. കറൻറ്റ്ലി ഒന്ന് ഓഫീസിലായിപ്പോയി. മറുപടി ഒന്നും പറയാനും പറ്റിയില്ല. 8 വയസ്സുകാരന് ഇനിയും ചാൻസ് ഉണ്ട്. ആ 8 വയസ്സുകാരൻ്റെ അവസരമൊന്നും പോയിട്ടില്ല. വർഷവും പോയിട്ടില്ല. എൻ്റെ മോളുടെ അപ്പം പറയുമ്പം വർഷം തന്നെയാണ് പോയത്. അതിന് അങ്ങേർക്ക് ഉത്തരവൊന്നുമില്ല. അതുപോലെ ഇപ്പം നാലാഞ്ചിറപ്പള്ളി യൂട്യൂബിലും മറ്റുമൊക്കെ വാർത്ത വന്നെന്ന്. ഇതൊന്നും ഞാൻ അറിഞ്ഞൊന്നുമില്ല. അയാൾ തന്നെയാണ് ഇതെല്ലാം നാണക്കേട്. ഈ ചെറിയാൻ തന്നെയാണ് ആ പള്ളിയുടെ നാണക്കേടിനുള്ള മെയിൻ ഉത്തരവാദി. ഇനി ഞാൻ ആളെ വിളിക്കാനും പോകുന്നില്ല. ആളുമായിട്ടുള്ള ഇടില്ല. പള്ളിയിൽ ചെല്ലുമ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാം. ബാക്കിയുള്ളത് അതിൻ്റെ വഴിയേ പോട്ടെ. അതല്ലേ അതിൻ്റെ ശരി. വലതും പ്രേക്ഷകർക്ക് മനസ്സിലായോ? ഇത് മെഡിക്കൽ സീറ്റ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കബളിപ്പിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ ദീനരോദനമാണ്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. അബുദാബിയിലുള്ള ഈ പ്രവാസിയെ ഇന്ന് മാത്രമല്ല നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുന്നു. ആ പിതാവിൻ്റെ മകളുടെ 1 വർഷമാണ് സീറ്റ് തട്ടിപ്പിലൂടെ നഷ്ടമായത്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വൈദികന്റെ 9 വയസ്സുള്ള മകന്റെ കാര്യമാണ് ഇവർക്ക് വലുത്. ആ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ പള്ളി നശിപ്പിക്കുന്നതും അവിടുത്തെ മുഴുവൻ കാര്യങ്ങളുടെയും പിന്നിൽ ആരാണെന്ന്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, സഭയെയും പള്ളിയെയും ഒക്കെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മുതലെടുക്കാൻ മാനേജിംഗ് കമ്മിറ്റിയിലും കൗൺസിലിലുമൊക്കെ കള്ളും പണവും പാരിതോഷികവും ഒക്കെ കൊടുത്ത് ആളുകളെ വശീകരിച്ച് കയറിപ്പറ്റുന്നത്. ഇവർക്കൊന്നും ഒരു നാണവും മാനവുമില്ല, വെളിവും വെള്ളിയാഴ്ചയുമില്ല. ഇവനെയൊക്കെ പടിയടിച്ച് പിണ്ടം വയ്ക്കണം.